തുമ്പി മോനെ ജോയി എണ്ടില്ലേ? എന്തുട്ട് താങ്ങിയ ജോയി എവിടെ പോയി കിടക്കണാവോ? എല്ലാരും കല്യാണം ജോയെ പ്രാഞ്ചേട്ടനെ മറന്നു. ജോയെ കഷ്ടപ്പാടും എല്ലാവർക്കും തരാനുള്ള കാശൊക്കെ മോലാളി തിരിച്ചു തരും. ഒറ്റ എന്റെ മോലാളി തൊട്ടു വരുത്. മാറുന്നേ എന്റെ പൊന്നപ്പ അവര് തല്ലാമെന്നല്ല, അവരൊരു സഹായം ചോദിച്ചു വന്നതാ. എന്തൊരു സഹായം? വീട്ടില് വെള്ളല്ല മോനെ, കോർപ്പറേഷൻ കണക്ഷൻ ശരിയാക്കാന്ന് കൊല്ലം കുറയായി. ഒന്ന് CM നോട് പറഞ്ഞ് ശരിയാക്കടാ. അതിന് CM എന്താ പ്ലംബറാ? നിനക്ക് നമ്മുടെ ടൗണിലെ കടയുടെ ഇഷ്യൂ അറിയില്ല ജോയെ? അതെ, റോഡിന് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ കട പൊളിച്ചു മാറ്റാതെ പറ്റുമോ? പറ്റും. CM വിചാരിച്ച എന്തുട്ടാ നടക്കാത്തത്? നീ ഒന്ന് പറയൂ ജോയെ. നമ്മള് വികസനത്തിന്റെ കൂടെയാട്ടാ. നമ്മുടെ നാട്ടിലെ പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് റോഡ് വേണം, പക്ഷെ 1 ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കില്ലേ. നമുക്ക് ഗ്യാസ് വേണം, പക്ഷെ ഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ സമ്മതിക്കില്ലേ. പിന്നെ നമുക്ക് കറണ്ട് വേണം, പക്ഷെ മറ്റേ മോട്ടറല്ലടാ പോത്തെ ആ ട്രാൻസ്ഫോമർ അത് വെക്കാൻ സമ്മതിക്കില്ല. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുക? മന്ത്രിമാരെ മാത്രം തെറി പറഞ്ഞിട്ട് കാര്യമില്ലട്ടാ. എന്നിട്ട് അഭിപ്രായം വെക്കില്ലേ? പിന്നെ അല്ല എന്തൊരു താടിയില്ല ദേശസിനെ പോലെ നിന്നെ കാണാനില്ല. ഇത്ര അടുത്ത് നിന്നിട്ടാ കണ്ണ് കണ്ടവില്ല. അതേ പറയട്ടാ ഓടിയല്ലപ്പാ. നമ്മളിവിടെയൊക്കെ തരണ്ട്. എളപ്പനല്ലേ നമ്മള് മറക്ക്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു പറയും. അപ്പന്റെ ആണ്ടിന് ഇപ്രാവശ്യം പള്ളിയിലെ അനാഥാലയത്തില് ഒരു നേരത്തെ ഫുഡ് കൊടുത്താലോന്നൊരു ആലോചന. എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായല്ലേ. ഉള്ളവനില്ലാത്തവന് കൊടുക്കണമെന്നല്ലേ ബൈബിളിൽ പറയണേ. നിനക്ക് വൈകിട്ട് എന്താ പരിപാടി? നമുക്കതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? എന്തൊരു പ്ലാൻ ചെയ്യാനുള്ളത്? എളപ്പന അങ്ങോട്ട് ചെയ്തോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ വന്നേ, ഒറ്റ മിനിറ്റാ. വൈകുന്നേരം കാണണ്ട കാര്യം. ഒരു 5 മണിയാകുമ്പോ നീ പാർട്ടി ഓഫീസിലേക്ക് വാ. എന്തിനാ? നിനക്ക് പ്രയോജനമുള്ള കാര്യടാ. അല്ലെങ്കിൽ ഞാൻ വരൂ. അതെനിക്കറിയാം. അപ്പാപ്പന്റെ ആണ്ട് സെലിബ്രേഷൻ എന്നൊക്കെ വെറുതെ ഒരു ഇന്റർവ്യൂക്ക് അടിച്ചല്ലേ. അതൊക്കെ നമുക്ക് നടത്താടാ. ഇത് അതിനേക്കാൾ അർജന്റ് മാറ്ററാ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. നോക്കിക്കോ. നിവേദ്യം ബാക്കിണ്ടാ? അപ്പൊ ജോയി കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാലോ അല്ലേ? അതിലെന്റെ ശരി. എന്തുകൊണ്ട് പാപ്പേട്ട മുഖവര? നിങ്ങൾ കാര്യം പറയേ. നീ മൊബൈലില് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? കാലം വളരെ മോശമാണേ, അതുകൊണ്ടാ. ഏടക്കണം പറഞ്ഞ പോടാ ഫോൺ പറഞ്ഞ ജിയോയും പറഞ്ഞൊരു ബില്ലും അടച്ചിട്ടില്ലേ പോരെ? ഐ അതൊക്കെ നമുക്ക് അടക്കാന്ന്. കാര്യം സിമ്പിളാണ്. CM നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫർ നീ നമ്മുടെ പാർട്ടിക്ക് പ്രയോജനമുള്ളതാക്കി തരണം. മനസ്സിലായില്ലേ? എങ്ങനെ? ഈ 24 hours വിത്ത് CM എന്ന് പറഞ്ഞ നീ എന്താ വിചാരിച്ചേ? 24 മണിക്കൂറും എല്ലാ ചാനലും ലൈവായിരിക്കും. അറിയോ എനക്ക്? അന്നത്തെ ദിവസം നീയാണ് സൂപ്പർ സ്റ്റാർ. നീ പറയുന്നതാണ് വാർത്ത. ശക്തന്റെ ഷെയറിനെ ഈ നാടിന് വേണ്ടി നീ ഒന്ന് പൊളിച്ചടക്കി തരണം. നാടിന്റെ കാര്യമൊക്കെ അവിടെ കിട്ടെ. അങ്ങനെ പൊളിച്ചടിക്കുക പപ്പേട്ടൻ ഈ ഇലക്ഷന് ജയിക്കും, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്നിട്ട് ഗുണം? എലക്ഷൻ തോറ്റ ശക്തന്റെ ഭരണം മാറി നമ്മുടെ ഗവൺമെന്റ് വരില്ലേ? അപ്പൊ പിന്നെ നിന്റെ കോർപ്പറേഷൻ കേസും KSRTC കേസൊക്കെ വല്ലതുമാണ്. അതൊക്കെ ഇനിയിപ്പോ എപ്പ നടക്കാനാ? ഞാനിപ്പോ ജയിലിൽ പോണ സിറ്റുവേഷനിലാണ്. ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? നീ പറയേ. CM പൊളിച്ചെടുക്കാൻ സിമ്പിളാണ്. ലെഫ്റ്റ് ഹാൻഡ് ജോബാണ്. ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ പോരെ. പറയും ഒരു 10 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ എന്റെ കേസൊക്കെ ഇങ്ങോട്ട് ഒതുക്കായിരുന്നു. നല്ല ടൈറ്റ് ഉണ്ടേ. സമ്മതാണ്. ഇത് അഡ്വാൻസ് 2 ലക്ഷം, ബാക്കി പണി കഴിഞ്ഞിട്ട്. കാര്യങ്ങൾ വർക്കൗട്ട് ആയാ പറഞ്ഞതിന്റെ കൂടുതൽ കാശും തരും. ഈ ഇലക്ഷൻ ജയിക്കാൻ അത്രക്ക് ഫോഴ്സ് ഉണ്ട് നമ്മുടെ പിന്നില്. നീ ഒന്ന് സമ്മതിക്ക്. എന്നെ നിർബന്ധിക്കാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റട്ടെ പാപ്പേട്ടാ. എടുത്തോട്ടപ്പാ, ബാലൻസ് മറക്കണ്ടാ. കിഴക്കുറത്ത് ഹരിനാരായണനെ മതം പൊട്ടി നിൽക്കാത്രേ. അതിന്റെ മൂത്രം കലക്കണം മുതലാളി. ആദ്യം നീ സുമേഷിനെ കൊണ്ടൊന്ന് മൂത്രം ഒഴിപ്പിക്കാൻ പോയാ. എത്ര നേരമായി ഇത്? ഇവന്റെ വാല് പറഞ്ഞിട്ടില്ല. ഒന്ന് പിടിച്ചേരാ. പെട്രോൾ ചാർജ് കൂടിയാലെന്താ? മൊബൈൽ ചാർജ് കുറച്ചില്ലേ? അത് ശരി.
പിടിച്ച വെക്കല്ലേ 6 മാസത്തിനുള്ളിൽ ശമ്പളം കൊടുക്കാതെ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിന്റെ മൊട്ടത്തല കഷ്ടപ്പെടാണ്ടില്ലടാ. ഇവിടെ നീ ആംഗ്രി ബിഡ്സ് കളിച്ചോണ്ടിരിക്കാ. നീ ആംഗ്രി ബേർഡ്സ് അല്ല മുതലാളി, ഞാൻ മുതലാളിക്കൊണ്ടിട്ട് CM-നെ പറ്റി റിസർച്ച് ചെയ്യല്ലേ മുതലാളി. ഇങ്ങനെ പുലിയാണ്ടാ വെറുതെ ഓപ്പോസിഷൻ ഇത്ര ക്യാഷ് ഓഫർ ചെയ്തേ, ഇങ്ങനെ പൂട്ടാൻ പറ്റുമോ? ചാവണെങ്കിൽ BMW ഇടിച്ച് കാണും. എന്തുകൊണ്ടാ സൈക്കിൾ ഇടിച്ച് വേണേ പിടിച്ചേ. എന്തായാലേ പ്രൊഡക്ഷൻ നമുക്ക് നാളെ തന്നെ തുടങ്ങണം. നമുക്ക് അതിനുള്ള പെർമിഷൻ കോടതി നിന്നുണ്ടല്ലോ. അതെന്തുണ്ടോ മുതലാളി, കാട്ടാളിലും ബാക്കിയുള്ള സ്റ്റോറുകളും സാധനം വേണ്ട പറഞ്ഞല്ലേ? അവർക്ക് 10 കോടി രൂപ പരസ്യമല്ലേ വേണ്ടേ? നമ്മൾ 50 കോടി രൂപ പരസ്യം കൊടുക്കും. നീ കണ്ടോ? അതെങ്ങനെ മുതലാളി? അതൊക്കെ ഉണ്ടാ ജിമ്മോട്ട്. നീ ഫ്രീയാ? എന്നാ പോയി പണിയറാ. CM ഒരു മീറ്റിംഗിനിടയിൽ മൊബൈൽ ഫോൺ വലത് കൈയിലേക്ക് മാറ്റുകയാണെങ്കിൽ താങ്കൾ ഹാപ്പിയാണെന്നാണ് ഓഫീസ് സ്റ്റാഫുകൾക്കിടയിലുള്ള പൊതുകോഡ്. അതേസമയം ഫോൺ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹാപ്പിയല്ല, മീറ്റിംഗ് ഉടനെ അവസാനിപ്പിക്കണമെന്നും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ മേശപ്പുറത്ത് വെച്ചു, മീറ്റിംഗ് ക്ലോസ്. ഇതൊക്കെ ചുമ്മാ ശത്രുക്കളെ പറഞ്ഞു വരുത്തുന്നല്ലേടോ. പൊളിറ്റീഷ്യനാണ് ഇങ്ങനെ. പൊളിറ്റിക്സ് കളിക്കാൻ അറിയണ റിയൽ പൊളിറ്റീഷ്യൻ. എൻ്റെ വർമ്മ സാറ് നമ്മുടെ ഇൻഫോസിസിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? അപ്പൊ ആ നാരായണമൂർത്തി എന്നിട്ട് ചെയ്തേ അവിടുത്തെ ഷെയറുകൾ മുഴുവൻ ഇങ്ങോട്ട് മേടിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇന്ത്യയുടെ നമ്പർ 1 കമ്പനി ആയില്ലേ? റിസ്ക് എടുത്താലേ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പോരാത്തതിന് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോണ്ടിപ്പോ. അതിനടാ അല്ല, മാതാപിതാ ഗൂഗിള് ദൈവം എന്നാണല്ലോ. അപ്പൊ പിന്നെ ഫ്രീ ടൈമിൽ മോലാളിനെ കടക്കുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യാലോ. ഞാൻ കടക്കിൽ സ്ട്രോങ് ആണേ. ഇനി കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവരുത്, എനിക്ക് അത്രേ പറയാം. ഇനി ഒരു പ്രോബ്ലം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ 4 പോലീസുകാർ വന്നിട്ടുണ്ട്. ഇനി മോലാളി കൈക്കൂലി വാങ്ങിയത് CM പറഞ്ഞിട്ടുണ്ടാവോ? കൈക്കൂലിയോ? ഈ വക പുലിവാലിനും എന്റെ സ്ഥലത്ത് പറ്റില്ല ജോയ്. നീ ഇതങ്ങ് ഒഴിഞ്ഞു വന്നേക്കെ, ഞാനിത് വേറെ ആർക്കെങ്കിലും വിറ്റോളാം. സാറിന് എന്തൊരു ടെൻഷൻ? 11 മാസത്തെ അഗ്രിമെന്റ് ഇല്ലേ നമ്മൾ തമ്മിൽ? കറക്റ്റ് അടിയാൻ പാടേന്ന് തരണില്ലേ? അപ്പൊ സാറൊന്ന് സമാനിക്കേ. വന്ന് പോലീസ് സ്റ്റേഷനൊക്കെ എനിക്ക് അമ്മ വീട് പോലെ ആയിട്ടുണ്ട്. അമ്മ വീട്ടിലേക്കാണെങ്കിലും മോലാളി പോയാൽ ഞാൻ തളരുണ്ടാ. ശരിയാണ്ടാ. എവിടെ പോകാനടാ? ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. ഫുൾ പബ്ലിക് മീഡിയ നമ്മുടെ കൂടെ അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വക്കീലിനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. സാർ ഈ സ്ഥലം വേറൊരാൾക്ക് കൊടുക്കണതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇത് ഞാൻ തന്നെ മേടിക്കും. പുണ്യാളം വെള്ളം ക്ലിക്കാവും, അതെനിക്ക് ഷുവറാ. ജോയ് താക്കോൽക്കാരൻ ഇപ്പോൾ എന്റെ പുറകിൽ കാണുന്ന ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. CM ശക്തൻ രാജശേഖരന്റെ ഓഫർ നിലനിൽക്കെ എന്തിനാ ജോയിനെ അറസ്റ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇനി ആ പാവത്തിനിട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ മോലാളിനെ ഒന്ന് റിലീസ് ചെയ്യോ? അതൊരു പാവണ്ട, ഇങ്ങോട്ട് ഇറക്കിവിടെ മോലാളിനെ. പ്രശ്നമില്ല. ജോയിനെ പോലീസ് അറസ്റ്റ് ചെയ്തതല്ല, CM-ന്റെ ഇൻവിറ്റേഷൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചതാ. എന്നാണ് ജോയിക്കുള്ള CM-ന്റെ ഇൻവിറ്റേഷൻ? അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ തീരുന്നതിന്റെ ഭാഗമായി CM നാളെ തൃശ്ശൂർ വരുന്നുണ്ടല്ലോ. നാളെയാണ് CM ജോയിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന 24 hours. എനിക്കും കാര്യമായിട്ട് വേറെ ഒന്നും അറിയില്ല. CM ആയിട്ടുള്ള ഡിസ്കഷന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമ്മുടെ പുണ്യാളം വെള്ളം എടുത്ത് വിടാ. രാവിലെ ടയർഡായിട്ട് നിൽക്കല്ലേ? ഭയങ്കര എനർജി ഡ്രിങ്ക് ആട്ടാ. അന്നൊരു കാര്യം ചെയ്യും. കുറ്റവാളിയായി ജോയ് സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് ജോയ് ഇപ്പോൾ CM-ന്റെ ഗസ്റ്റായി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജോയിയുടെ മനസ്സിൽ എന്തായിരിക്കും? കാഴ്ച TVക്ക് വേണ്ടി ക്യാമറാമാൻ ഗുണശേഖരനോടൊപ്പം ഗോൾഡ്. ഗസ്റ്റ് ഹൗസിലെ റൂമൊക്കെ എങ്ങനെയുണ്ട് ചോട്ടാ? കണക്കടാ, ഹാർഡ്ലി ഒരു 2 സ്റ്റാർ സെറ്റപ്പ്. എന്നാലെന്താ, CM-ന്റെ കൂടെ അല്ലേ? പൂരപ്പറമ്പിലിരുന്ന നമ്മള് ഇപ്പൊ എവിടെ ഇരിക്കണല്ലേ? എവിടെടാ? CM-ന്റെ തലയുടെ മുകളില്. പ്രോഗ്രസ് തന്നെയാ ഇല്ലേ ചോട്ടാ? പിന്നല്ലാണ്ട്. ഇനിയും ചോയേട്ടൻ മുകളിലോട്ട് പോകും ഒരുപാട്. ഇനിയും ഞാൻ മുകളിലേക്ക് പോണെങ്കിൽ ഞാൻ ചാകേണ്ട ഒരു ഗ്രീനോ. എടാ ഒരു മിനിറ്റ്, ഏതൊരു തെണ്ടി വിളിക്കുന്നുണ്ട്. പയ്യനാടാ. നാട്ടിലിപ്പോ എല്ലാരും വീഡിയോ കോളാ. എന്തുട്ടാ? നല്ല ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഭയങ്കര ഹാപ്പിയിലാണ്. ഫുൾ ഹാപ്പിയാണ്. എന്തുട്ടാ അവിടെ ജിംബുരുട്ടൻ ഒരുമാതിരി അറബി അക്ഷരം പോലെ ഇങ്ങനെ വളഞ്ഞു കൂത്തി കിടക്കണ? എണീക്കാൻ വയ്യ അവന്? ഞാൻ ചിന്തിക്കണം മോലാളി. എന്തുട്ട് മോലാളി 50 കോടിയുടെ പരസ്യം എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പഴെല്ലാം മനസ്സിലായേ. ഇപ്പഴെന്നെ ചാനലിലുള്ള എന്തോരം പ്രാവശ്യം ഇവിടെ പുണ്യാളം വെള്ളം കാണിച്ചു എന്നറിയോ? ഡാടാ ഇപ്പുറത്ത് ഗ്രീനുണ്ടാ, സംസാരിച്ചോ? ഇവിടെ വരെ ആളുകൾ പുണ്യാളം വെള്ളത്തെ പറ്റി പറഞ്ഞു തുടങ്ങി. ഇതൊന്നും അല്ല ഭയ, നാളെ നീ കണ്ടോ. ഫുൾ പ്ലാനിങ് ഓക്കെ അല്ലേ ചോട്ടാ? എല്ലാം ഓക്കെ അല്ലേ മോലാളി? കംപ്ലീറ്റ് ഓക്കെ ഉണ്ടാ? സമാധാനം. എടാ 15 ചാനലില് 24 hours 10 സെക്കൻഡ് വെച്ച് പരസ്യം കാണിച്ച 50 കോടിയുടെ മേളിലല്ലടാ. മോലാളി ഇതുവരെ CM-നെ കണ്ടില്ലേ?
ഇല്ലടാ, കാണാൻ പറ്റിയില്ലേ. മൂപ്പരെന്ന് താഴെ മീറ്റിംഗിലാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ടൈം നാളെ രാവിലെ 10 മണി മുതലല്ലടാ. നാളെ 2 ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഓ ജോയേട്ടാ, നാളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാട്ടാ. എന്തിന്? വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന്. ഉഫ്. നാളെ ഞങ്ങള് സിഎമ്മിന്റെ ഫസ്റ്റ് പരിപാടിക്ക് അവിടെ ഉണ്ടാവും. ഓ ജോയേട്ടാ, മനസ്സുണ്ട് ഞാനും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഫോൺ വെച്ചാൽ എന്റെ കൈ വേദനിക്കണു. ഇതൊക്കെ അങ്ങനെ രാവിലെ കഴിക്കുക. കഴിക്കണോ ജോയി? പണ്ട് മുതലേ പ്രാധാന്യം ഇതാ ശീലം. ചൂടുണ്ട്. തൃശ്ശൂരുമായിട്ട് എനിക്ക് പഴയ ഒരു കണക്ഷൻ ഉള്ള ജോയിക്ക് അറിയുമോ? എനിക്കറിയാത്. പണ്ട് ഇവിടെ ചിത്രകലാരചന പഠിക്കാൻ വന്നതും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് കയറിപ്പോയതൊക്കെ അല്ലേ? ജോയി ആള് കൊള്ളാമല്ലോ. അല്ല, അന്ന് ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ ഡ്രോയിങ് മാഷായിട്ട് സമാധാനമായിട്ട് കഴിയായിരുന്നു. ഏയ് അതെങ്ങനെ പറ്റിയ? സ്കൂൾ മാഷായിരുന്നു വെച്ചാൽ 10-20 ദിവസം മുമ്പ് എന്നെ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നേ. ഇതിനാകുമ്പോ റിട്ടയർമെന്റ് ഇല്ലല്ലോ. പ്രായമൊക്കെ മനസ്സിലല്ലേടോ ജോയി? അത് കളിക്കേ. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാ കുഞ്ഞാപ്പി? സർ, രാവിലെ 10 മണിക്ക് സ്കൂളിൽ ഷീപ്പേഡ് വിതരണ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് മറ്റേ പെൺകുട്ടി അവരുടെ വീട് സന്ദർശനം. 3 മണിക്ക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉദ്ഘാടനം. 4 മണിക്ക് വൈഫൈ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം. 5 മണിക്ക് ഇലക്ഷൻ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നതിന്റെ ഇടയിൽ സിഎമ്മിന് ഭരിക്കാനൊക്കെ സമയം കിട്ടണ്ട. ഇരിക്കാനൊരു കസാരിട്ടപ്പോ തലേ കയറി നിരങ്ങുന്നോടാ. ഏയ് ഞാനൊരു കോമഡി പറഞ്ഞ കുഞ്ഞാപ്പി, അതിന് ഇത്ര റോൾ ഇടണേ. മൊത്തം എത്ര പ്രോഗ്രാം ഉണ്ട്? മൊത്തം 12. രാത്രി 2 ഓൺലൈൻ ഡിസ്കഷൻ ഉണ്ട്, ഫോറിൻ ടീംസ് ആയിട്ട്. രാത്രിത്തെ മീറ്റിംഗ് ക്യാൻസൽ ആക്കട്ടെ. ഇന്നലെ കിടന്നപ്പോ തന്നെ പുലർച്ചെ 4 മണിയായില്ലേ? വേണ്ടോ, 10-15 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടേണ്ട കാര്യമാണ്. ഓ, ഡെയിലി ഇങ്ങനെയായ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സിഎമ്മേ. ആകെ 2-3 മണിക്കൂർ ഉറങ്ങണുള്ളൂ. എന്നിട്ട് ഇവർക്കൊക്കെ പരാതിയാ. 3.5 കോടി ജനങ്ങളില് ഓരോരുത്തരുടെയും പ്രശ്നം ഞാൻ നേരിട്ട് പോയി പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണ് ജോയിയെ. എന്നിട്ടും പരമാവധി ശ്രമിക്കുന്നില്ലേ? ഇതൊരു മുൾക്കിരീടമാണോ? നമ്മൾ എത്ര ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ കോൺട്രവേഴ്സി ആവും. എന്ന് വെച്ചാൽ നാടിനെ ഓർക്കുമ്പോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കർത്താവിന് മുൾക്കിരീടം ഒരലങ്കാരമായിട്ടാ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പ്രതികരിച്ചത് അത് ഹേർട്ട് ചെയ്തിട്ടാ. അത് നമ്മുടെ ലൈഫിലെ കെട്ടിമാറാപ്പോലുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയ വേർഡിങ്സ് ആണ്. അറിയില്ല, ഈ ഭാരം ചുമക്കാന്നുള്ളത് ജനങ്ങളോടുള്ള എന്റെ ഉത്തരവാദിത്തം പോയില്ല. എന്നിട്ട് പറ്റിയ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യല്ലേ? നെഞ്ചു വേദനിക്കുന്നുണ്ട് സാർ. പോയി വണ്ടി റെഡിയാക്കിയേ. സാർ വഴി കൊടുത്തേ.